ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തുടർച്ചയായി രണ്ടാം ദിവസവും ചോദ്യം ചെയ്ത് ദേവസ്വം വിജിലൻസ്. സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. വിഷയത്തിൽ സർക്കാരിനെതിരെ നീക്കം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കും. തുടർച്ചയായ രണ്ടാം ദിവസവും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തു. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് വൈകാതെ കോടതിയിൽ കൊടുക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. അതിന്റെ ഭാഗമായി കൂടിയാണ് തുടർച്ചയായ രണ്ടാം ദിവസത്തെയും ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ചും അയാളുടെ മറ്റു ഡീലിങ്സ്, ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പ്രധാനമായും വിജിലൻസ് ഇന്ന് ചോദിച്ചറിഞ്ഞത്. ഇയാൾക്ക് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുണ്ട്. തിരുവനന്തപുരത്തടക്കം പല റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും ഇയാൾ നടത്തിയിട്ടുണ്ട്. അതിനുള്ള വരുമാന സ്രോതസ് എന്ത് എന്നാണ് പ്രധാനമായും ഇയാളിൽ നിന്ന് വിജിലൻസ് വിവരം ശേഖരിച്ചത്. മണ്ണന്തല പോലീസ് സ്റ്റേഷന് കീഴിൽ ഇയാൾ പ്രതിയായ ഒരു കേസുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളും പോലീസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി പല സ്ഥലങ്ങളിലും പൂജയ്ക്ക് വച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പേരിൽ സാമ്പത്തികമായി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിജിലൻസ് നൽകിയിരിക്കുന്ന മൊഴി. തൻ്റെ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് പല സ്പോൺസർഷിപ്പും നടത്തിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അതിൽ സാമ്പത്തികമായ ഒരു നേട്ടവും താൻ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിജിലൻസ് നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ വിജിലൻസ് ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. നേരത്തെ ഹൈക്കോടതിയും ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ച്, വരുമാനത്തെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഇൻകം ടാക്സ് രേഖകളടക്കം ഹൈക്കോടതിയിൽ ഇയാൾ സമർപ്പിച്ചിരുന്നു. വിജിലൻസും അക്കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ ബാങ്ക് രേഖകൾ പരിശോധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം ഇന്ന് നടക്കേണ്ടത് വിജയ് മല്യ നൽകിയെന്ന് പറയുന്ന സ്വർണം, വിജയ് മല്യ സ്വർണം പൂശിയ ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പത്തിലും മറ്റ് ശ്രീകോവിലിലെ വാതിലിലുമൊക്കെ പിന്നീട് സ്വർണ്ണമില്ലാതായെങ്കിൽ, ഏതായാലും ദ്വാരപാലക ശില്പം ഉണ്ണികൃഷ്ണൻ 2019 കൈമാറുമ്പോൾ അത് ചെമ്പായിരുന്നു എന്ന് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ വിജയ് മല്യ പൂശിയ സ്വർണം പിന്നീട് ചെമ്പായി മാറിയത്? അതിലാർക്കൊക്കെ പങ്കുണ്ടെന്ന കാര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സംശയങ്ങൾ, ദുരൂഹതകൾ ഉയരുന്നത്. ദേവസ്വം ബോർഡ് കൂടി മറുപടി പറയേണ്ടത് വിഷയമായി ഇത് മാറുന്നത് ഇപ്പോൾ ഹൈക്കോടതി പരിഗണന വിഷയമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഒരു പെട്ടെന്നൊരു അന്വേഷണം പ്രഖ്യാപിക്കില്ല. പക്ഷേ ഈ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് അധികം വൈകാതെ കോടതിയിൽ കൊടുക്കുകയും കോടതി നിർദ്ദേശം പറയുന്ന ഏത് തരത്തിലുള്ള അന്വേഷണം സർക്കാർ തയ്യാറാവുകയും ചെയ്യും. കാരണം വലിയൊരു രാഷ്ട്രീയ വിവാദമായി അടക്കം മാറുന്നുണ്ട്. സർക്കാരിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന വിഷയമായി ഇത് മാറുമോ എന്ന ആശങ്ക സർക്കാരിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പുറത്തേക്ക് ശബരിമലയിലെ ഈ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു സമഗ്രമായ അന്വേഷണത്തിന് കൂടി സർക്കാർ തയ്യാറെടുക്കുന്നതായാണ് സൂചന. നാളെ നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയത്തെ ശക്തമായി ഉന്നയിക്കാൻ ആലോചിക്കുന്നുമുണ്ട്. വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.